അന്ധമായ ഇസ്ലാമിക വോട്ട് ബാങ്ക് പ്രീണനത്തിനായി സിവിൽ കോടതിക്ക് മുകളിൽ വഖഫ് ട്രിബ്യൂണലിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നരസിംഹറാവു സർക്കാർ ഉണ്ടാക്കിവെച്ച അങ്ങേയറ്റം ദോഷകരമായ വഖഫ് ആർട്ടിക്കിളിൻ്റെ പിൻബലത്തിൽ വഖഫ് ബോർഡ് ഇന്ത്യയിൽ ആകമാനം സാധാരണക്കാരായ ജനങ്ങളുടെ മേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കടുത്ത അധിനിവേശം തന്നെയാണ്. വഖഫ് ബോർഡിൻ്റെ അത്തരം അവകാശവാദങ്ങളുടെ ഫലമായി മുനമ്പത്ത് കുടിയിറക്ക് ഭീഷണി നേരിടുന്ന ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിജീവന സമരം ഇപ്പോൾ 100 ദിവസങ്ങൾ കടന്ന് മുന്നേറുകയാണ്. കണ്ണിങ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായി കോൺഗ്രസ്സുകാർ ആദ്യം മുതൽ മുനമ്പത്ത് വന്ന് നടത്തിക്കൊണ്ടിരുന്നത് പൊറാട്ട് നാടകങ്ങൾ തന്നെയായിരുന്നു. മുനമ്പം ഭൂമി വഖഫിൻ്റേത് അല്ല എന്ന് ആവർത്തിച്ച് പറയാൻ അടുത്ത ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊതിച്ച് നടക്കുന്ന ലീഗ് നേതാവും അടുത്ത മുഖ്യമന്ത്രിയാകാൻ തയ്യാറായി നടക്കുന്ന കോൺഗ്രസിൻ്റെ നേതാവും തമ്മിൽ മത്സരിക്കുന്ന കാഴ്ചകളായിരുന്നു കേരളത്തിലുള്ള ജനങ്ങൾ മുഴുവൻ കണ്ടത്. എന്നാൽ യാഥാസ്ഥിതിക ഇസ്ലാമിക സംഘടനകൾ സ്വരം കടുപ്പിച്ചപ്പോൾ ലീഗ് മലക്കം മറിഞ്ഞതോടെ കോൺഗ്രസ് നേതാവും പറഞ്ഞതെല്ലാം വിഴുങ്ങുന്ന കാഴ്ചകളാണ് കേരളത്തിലുള്ള ജനങ്ങൾ മുഴുവൻ കണ്ടത്. എന്നാൽ ഇടതുപക്ഷം മുനമ്പം വിഷയത്തിൽ സമരം ചെയ്യുന്നവരെ കൂടുതൽ സമ്മർദ്ദത്തിലാഴ്ത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ലിനെതിരെ പ്രമേയം അവതരിപ്പിച്ച് ഉദ്ദിഷ്ട കാര്യങ്ങൾക്കുള്ള ഉപകാര സ്മരണ നടത്തിയപ്പോൾ അങ്ങേയറ്റം ആവേശത്തോടെ തന്നെയാണ് കോൺഗ്രസ് അതിനെ പിന്തുണച്ചത്. പുറകെ മുനമ്പം പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം കാണാനാണെന്ന് പറഞ്ഞ് ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന CN രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുകയായിരുന്നു. മുനമ്പം സമരക്കാരുടെയും അവരെ പിന്തുണയ്ക്കുന്ന ക്രൈസ്തവ സഭകളുടെയും കണ്ണിൽ പൊടിയിടുകയാണ് അവർ ചെയ്തത്. ആരെയും കൊടിയൊഴിപ്പിക്കാതെ തന്നെ നടപടികൾ പൂർത്തിയാക്കി 3 മാസത്തിനുള്ളിൽ കമ്മീഷൻ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കും എന്നായിരുന്നു അന്ന് വാർത്താ സമ്മേളനം നടത്തിയ നിയമ വ്യവസായ മന്ത്രി P രാജീവ് പറഞ്ഞത്. അവിടെ താമസിക്കുന്നവരുടെ നിയമപരമായ അവകാശം സർക്കാർ സംരക്ഷിക്കുമെന്നും ഇനിയൊരു തീരുമാനം ഉണ്ടാകുന്നതുവരെ വഖഫ് ബോർഡ് നടപടികൾ സ്വീകരിക്കരുത് എന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും സമരം പിൻവലിക്കണം എന്നും ഒക്കെയായിരുന്നു സർക്കാരിൻ്റെ വാക്കുകൾ. പറയുന്ന വാക്കുകൾക്ക് പഴയ ചാക്കിൻ്റെ വില പോലും കൽപ്പിക്കാത്ത ഇടതുപക്ഷ സർക്കാർ പറയുന്നത് പൂർണ്ണമായി വിശ്വസിക്കാൻ മടിച്ച മുനമ്പം ജനതയ്ക്ക് സംശയമുണ്ടായിരുന്നു ജുഡീഷ്യൽ കമ്മീഷൻ വെറും പ്രഹസനവും തങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രവും മാത്രം ആണ് എന്ന്. എന്നിട്ടും അവർ കമ്മീഷനോട് സഹകരിച്ചു എങ്കിലും മുനമ്പം ജനതയും ക്രൈസ്തവ സഭകളും സമരം നിർത്താൻ മാത്രം തയ്യാറായില്ല. ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ കേരള സർക്കാരിന് അധികാരം ഇല്ല എന്ന വസ്തുത ചൂണ്ടിക്കാട്ടി വഖഫ് സംരക്ഷണ സമിതി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ ജസ്റ്റിസ് ഡയസ് ആ കേസ് ഏറ്റെടുത്തില്ല എങ്കിലും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് കഴിഞ്ഞ ദിവസം ആ കേസ് പരിഗണിച്ചതോടെയാണ് സർക്കാർ മുനമ്പം വിഷയത്തിൽ നടത്തിയ നാടകങ്ങൾ മുഴുവൻ പൊളിഞ്ഞു വീണത്. വഖഫ് കേന്ദ്ര സർക്കാരിൻ്റെ വിഷയമായിട്ടും അതിൽ കമ്മീഷനെ വയ്ക്കാൻ കേരള സർക്കാരിന് അധികാരമുണ്ടോ എന്ന് കോടതി ചോദിച്ചതോടെ വെട്ടിലായ സർക്കാർ പറഞ്ഞത് മുനമ്പം വിഷയം പരിഹരിക്കാനല്ല കമ്മീഷനെ വെച്ചത്, മുനമ്പത്തെ വസ്തുതകൾ അന്വേഷിക്കാൻ മാത്രം ആണ് എന്നായിരുന്നു. കമ്മീഷനെ നിയോഗിച്ചത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനല്ലേ എന്ന് ചോദിച്ച കോടതിയുടെ മുന്നിൽ പിണറായി സർക്കാർ ചൂളുന്ന കാഴ്ചകളാണ് ഇന്നലെ കോടതിയിൽ കണ്ടത്. കമ്മീഷനെ വെച്ചപ്പോൾ മന്ത്രിമാർ തള്ളിമറിക്കുന്ന ഇണ്ടാസ് കേട്ട് സമരം നിർത്താൻ കൂട്ടാക്കാതിരുന്നപ്പോൾ പോലീസിനെ വിട്ട് സമരം പൊളിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിയത്. എന്നാൽ അതിനെയെല്ലാം ഫലപ്രദമായി നേരിട്ട മുനമ്പം ജനത ഇപ്പോഴും സമരരംഗത്ത് തുടരുകയാണ്. അല്ലായിരുന്നു എങ്കിൽ പിണറായി സർക്കാരിൻ്റെ ചരിത്ര വഞ്ചനയ്ക്ക് മുനമ്പം നിവാസികൾ ഇരയാകുമായിരുന്നു. ഈ പ്രതിസന്ധിക്ക് ഒരേ ഒരു പരിഹാരം വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ 40-ാം വകുപ്പ് ഭേദഗതി ചെയ്യുക എന്നത് മാത്രമാണ്. അതുമാത്രമാണ് മുനമ്പംകാരോടും ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യരോടും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ക്ഷേമം. എന്നാൽ മുസ്ലിം വോട്ട് ബാങ്ക് മുന്നിൽ കണ്ട് അവരെ ഏത് വിധത്തിൽ പ്രീണിപ്പിക്കാം എന്ന ലക്ഷ്യത്തോടെ മാത്രം മുന്നോട്ട് പോകുന്ന ഇടതരും വലതരും ചേർന്ന് ആ നിയമ ഭേദഗതിയെ കടുത്ത ഇസ്ലാമിക വേട്ടയാക്കി അവതരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന മുതലെടുപ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാശ്മീരിൻ്റെ പ്രത്യേക പദവി മോദി സർക്കാർ എടുത്തു കളഞ്ഞപ്പോഴും CAA നടപ്പിലാക്കിയപ്പോഴും ഇതേ എക്കോസിസ്റ്റം തന്നെയാണ് ഇടതരും വലതരും ചേർന്ന് ഇവിടെ മുഴക്കിയത്. അതിൻ്റെ മറ്റൊരു രൂപമാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പാസാക്കിയ പ്രമേയം. ഇടതരുടെയും വലതരുടെയും ഇത്തരം ചതികളിൽ മുനമ്പം ജനതയും ക്രൈസ്തവ സമൂഹവും ഇനിയെങ്കിലും വീണു പോകരുത് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്.